ഏത് സമയത്താണ് ഇപ്പം കുഞ്ഞുങ്ങളിൽ എന്ത് അപായ സൂചനകൾ ഉണ്ടെങ്കിലാണ് നമ്മളൊരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കേണ്ടത്? ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യനെ പല രീതിയിൽ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ ഈവൻ എൻ്റെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നോർമൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട്. ഐഡിയലി നമ്മൾ ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഐഡിയലി ഒരു പീഡിയാട്രീഷ്യനെ തന്നെയാണ് കാണേണ്ടത്. പീഡിയാട്രീഷ്യൻ കണ്ട് റെഫർ ചെയ്യുന്ന കുട്ടികളാണ് ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് എത്തുക. പീഡിയാട്രീഷ്യൻ ഒരു സബ് സ്പെഷ്യലിസ്റ്റോ അല്ല സൂപ്പർ സ്പെഷ്യലിസ്റ്റോ ആയിട്ട് നമുക്ക് പറയാം. ഡെവലപ്മെൻറ്റ് സാധാരണ 5 ഡൊമൈനുകളായിട്ടാണ് നമ്മൾ തിരിക്കുക. ഒന്ന് മോട്ടോർ, അതായത് നമ്മൾ കഴുത്തുറയ്ക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ്, അതിൽ തന്നെ വരുന്നതാണ് കൈ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ. ജനന സമയത്ത് കൈ ക്ലോസ്ഡ് ആയിരിക്കും, പിന്നെ ഓപ്പൺ ആയി തുടങ്ങും, പിന്നെ കുട്ടികൾ കൈ കൊണ്ട് പിടിക്കുന്നു, പിന്നീട് എഴുതുന്ന വരെയുള്ള കാര്യങ്ങൾ. അതിലാണ് നമ്മൾ ഫൈൻ മോട്ടോർ വരുന്നുണ്ടാവുക. പിന്നെ വരുന്നതാണ് അഡാപ്റ്റീവ് അല്ല സെൽഫ് കെയർ സ്കിൽസ് എന്ന് പറയുന്നത്. സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്നത്, ടോയ്ലറ്റിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നുണ്ടാവുക. പിന്നെ മൂന്നാമത്തെ ഡൊമൈൻ എന്നാണ് സോഷ്യൽ. ആളുകളോട് എങ്ങനെ ഇടപഴകുന്നു, എന്തിന് ഇടപഴകുന്നു, സാമൂഹിക ബോധം കാര്യങ്ങൾ, സോഷ്യൽ സ്കിൽസ് എല്ലാം അതിലാണ് വരുന്നുണ്ടാവുക. പിന്നെ നാലാമതായിട്ടുള്ള ഡൊമൈനായിട്ട് പറയുന്നത് കോഗ്നിഷൻ, ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, ലേണിംഗ്, തിങ്കിങ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ്. പിന്നെ അഞ്ചാമത്തായിട്ടുള്ളത് ലാംഗ്വേജ്, സംസാരം, അതേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 5 ഡൊമൈനായിട്ട് ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങൾക്കും നമ്മൾ ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യനെ സമീപിക്കാവുന്നതാണ്.